ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത് 2019 BJP ജയിച്ച ഏകദേശം 100ഓളം സീറ്റുകളിൽ അവിടെ ജയിച്ച കാൻഡിഡേറ്റ്സിനെ, അതായത് MP-മാരെ മാറ്റി പുതിയ ആൾക്കാരെ അവിടെ മത്സരിക്കാൻ കൊണ്ടുവന്നു. അത് നരേന്ദ്രമോദി പാർട്ടിക്കകത്തും ജനാധിപത്യം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ചാൻസ് കൊടുക്കണം, അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചെയ്തത്. കാരണം ഇത് കുടുംബമല്ല, കുടുംബവാഴ്ചയല്ല, ഓരോ സീറ്റുകളും MLA-മാർ സ്ഥിരമായിട്ട് ജയിക്കേണ്ടതല്ല എന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അത് ചെയ്തത്. ആ വീഡിയോയുടെ താഴെ പലരും പല രീതിയിൽ കമൻറ്റുകൾ വന്നു. അതൊരിക്കലും അങ്ങനെ വരില്ല, ഒരിക്കലും RSS അത് ചെയ്യുകയില്ല, എതിർക്കുകയില്ല, RSS കംപ്ലീറ്റ് ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു സെമി ആർമിയാണ്, ഒരിക്കലും BJPക്ക് അങ്ങനെ പ്രശ്നമുണ്ടാകാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് വളരെയധികം കമൻറ്റുകൾ ഓരോരുത്തരും പല രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ തീരുമാനിച്ചു, ഞാൻ മറ്റു പല റിപ്പോർട്ട്സ് എടുത്തിട്ടാണ് ആ വീഡിയോ ഉണ്ടാക്കി. ഞാൻ സ്വയമേ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു, എന്താണ് ഈ സംഭവം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ അടുത്ത് കിടക്കുന്ന കർണാടക, അപ്പോൾ കർണാടകയിൽ ഇതേപോലെ കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് ഒഴികെ ബാക്കി എല്ലാ സീറ്റും, അതായത് DK ശിവകുമാറിൻ്റെ അനിയൻ DK സുരേഷ് കുമാർ ഒഴികെ, അത് കോൺഗ്രസ് കാൻഡിഡേറ്റ് ഒഴികെ ബാക്കി എല്ലാ സീറ്റുകളിലും ജയിച്ചിരിക്കുന്ന BJP ആണ്. അതിലൊരു സീറ്റ് എടുത്തു. ഉത്തര കന്നഡയിലുള്ള ഖാഗ്രി, അനന്ത്കുമാർ ഹെഗ്ഡെ എന്ന് പറയുന്ന BJPയുടെ നേതാവ് മത്സരിക്കുന്ന സീറ്റ്. അപ്പം അദ്ദേഹം കഴിഞ്ഞ 25 വർഷം ആയിട്ട് അവിടെ MP ആണ്. അപ്പം ഇദ്ദേഹം ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയാണ്. ഇദ്ദേഹം വന്നിരിക്കുന്നത് അവിടുത്തെ അറിയപ്പെടുന്ന, ആ ഭാഗത്തെല്ലാം അറിയപ്പെടുന്ന ഒരു RSS ഫാമിലിയിൽ നിന്നാണ് അനന്ത്കുമാർ ഹെഗ്ഡെ അവിടെ MP ആയിരിക്കുന്നത്. മനസ്സിലാക്കുക, 2019 അദ്ദേഹം ജയിച്ചത് 4,70,78,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. അതായത് കർണാടകയിൽ 2019 ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിച്ചത് അനന്ത്കുമാർ ഹെഗ്ഡെയാണ്. അവിടെ 5-ൽ പരം നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയുണ്ട്. ഈ പോയ നിയമസഭാ ഇലക്ഷനിൽ അതിൽ 3-ൽ പരം സീറ്റുകളിൽ കോൺഗ്രസ് ആണ് ജയിച്ചിരിക്കുന്നത്. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, കഴിഞ്ഞ 25 വർഷം കൊണ്ട് കോൺഗ്രസ്സിന് ഈ പറയുന്ന ഉത്തര കന്നഡ സീറ്റിൽ ജയിക്കാനേ പറ്റിയിട്ടില്ല. കാരണം അവരുടെ കോൺഗ്രസ് കാൻഡിഡേറ്റ് അവിടെ മത്സരിക്കുന്നത് തോക്കുവാൻ വേണ്ടിയാണ്. പക്ഷേ ഇപ്രാവശ്യം അവർക്ക് പ്രതീക്ഷ കിട്ടി. അതായത് അനന്ത്കുമാർ ഹെഗ്ഡെ പൂർണ്ണമായിട്ടും BJPയുടെ ക്യാമ്പയിനിൽ നിന്നും പിൻവലിഞ്ഞു. അദ്ദേഹം മുൻ MP മാത്രമല്ല, മന്ത്രിയും കൂടായിരുന്നു. അതിൻ്റെ പേരിൽ അവിടെ മുൻ MLA-മാർ, കാരണം 5 MLA-മാർ അതിനു മുമ്പത്തെ ഇലക്ഷനിൽ BJPക്കാരായിരുന്നു. അതായത് BJPയുടെ കോട്ടയാണ് ഈ പറയുന്ന ഉത്തര കന്നഡ എന്ന് പറയുന്ന സീറ്റ്. അപ്പോൾ അതിനകത്ത് പഴയ മുൻ MLA-മാരും, അതായത് അവിടുത്തെ ജില്ലയുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഇവരോടൊക്കെ ഞാൻ സംസാരിച്ചു. ഇപ്പം ഇവരെല്ലാം പറഞ്ഞ് ഇപ്രാവശ്യം ഒരു ക്യാമ്പയിനിങ്ങിന് പങ്കെടുക്കുന്നില്ല. ഇപ്പം 2019 അതിന് മുമ്പൊക്കെ ഇലക്ഷനിൽ ഇപ്പം നരേന്ദ്രമോദി അവിടെ ഇലക്ഷനിന് ക്യാമ്പയിൻ വരണ്ട എന്ന് തന്നെയാണ് ആനന്ദ്കുമാർ ഹെഗ്ഡെ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം എന്ന് പറയുന്നത് മോദി വരേണ്ട ആവശ്യമൊന്നുമില്ല, അദ്ദേഹം അവിടെ ജയിക്കും. കാരണം അത്രമാത്രം ഷുവർ ഷോട്ടായിട്ടുള്ള ഒരു സീറ്റാണത്. എന്നാൽ ഇപ്രാവശ്യ സംഭവം സ്ഥിതി മാറി. ഞാനവിടെ RSSൻ്റെ ലീഡേഴ്സായിട്ടും BJP ലീഡേഴ്സായിട്ടും കോൺഗ്രസിൻ്റെ ലീഡേഴ്സായിട്ടും അവിടുത്തെ ലോക്കൽ പത്രക്കാരുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പം പറയുന്ന ആനന്ദ്കുമാർ ഹെഗ്ഡെ മാറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ വലിയൊരു വിഭാഗം BJPക്കാരും RSSകാരും ഇലക്ഷൻ ക്യാമ്പയിനിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഇത് വളരെ വിസിബിളായി മാറി. അതായത് പ്രധാനമന്ത്രിയുടെ റാലിക്ക് പോലും ആളുകളില്ലാതായി. ഇത് ഞാൻ ഈ പറയുന്ന ഈ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കാര്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് തിരക്കാവുന്നതാണ്. അപ്പം ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആദ്യമായിട്ട് കോൺഗ്രസ് ജയിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടായി. ഇത് ഞാൻ മാത്രമല്ല, അതിനുശേഷം മറ്റു പലരും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ പല സീറ്റുകൾ, ഇതാണ് ഞാൻ ഈ പറയുന്നത്. ഇതിനകത്ത് നരേന്ദ്രമോദി തോക്കണമെന്നും BJP 400 സീറ്റിൽ കുറയണമെന്നൊന്നും അല്ല പറയുന്നത്. ഇപ്പം ഇങ്ങനൊരു സംഭവം BJPക്കകത്തുണ്ടായി.
ഇപ്പം ഇവിടെ ഉണ്ടായേക്കുന്ന അവിടുത്തെ ലോക്കൽ RSSകാരെ ഈ നാഗ്പൂരിൽ നിന്നുള്ള RSSൻ്റെ ലീഡേഴ്സൊക്കെ വിളിച്ച് സംസാരിച്ചു. കാരണം അവിടുത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലീഡർ എന്ന് പറയുന്നത് അനന്ത്കുമാർ ഹെഗ്ഡെയാണ്. അപ്പം അയാളുമായിട്ട് പല ആവർത്തി പ്രധാനമന്ത്രി അമിത്ഷായും ഒക്കെ സംസാരിച്ചു. പക്ഷെ അയാൾ ഇലക്ഷൻ ക്യാമ്പയിനിലില്ല, പൂർണ്ണമായിട്ടും അങ്ങ് പിന്മാറി. അപ്പം ഇത് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഗ്രൗണ്ടിൽ ആലോചിച്ച് നോക്കുക. 4,78,000 ഭൂരിപക്ഷം കിട്ടിയ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവിടുത്തെ MP അയാൾ മാറി നിൽക്കുമ്പോൾ അവിടെ BJPയുടെ കോട്ടയെന്ന് പറയുന്ന സംഭവത്തിൻ്റെ അകത്ത് വിള്ളലുണ്ടാകുമോ ഇല്ലയോ? ഇതാണ് ചോദ്യം. കാരണം അയാളത് നർച്ചർ ചെയ്തെടുത്ത കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അയാളെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ സംഘപരിവാർ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടുത്തെ മുൻ MLAമാരും ഇപ്പോൾ MLAമാരും പൂർണ്ണമായിട്ടും പിന്മാറിയത്? പാർട്ടിക്ക് നടപടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ഇതേപോലെ പല കോൺസ്റ്റിറ്റ്യുവൻസിയിലും കർണാടകയിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് മനസ്സിലാക്കുക, കർണാടകയിൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം സീറ്റുകൾ കൊടുക്കുക. കാരണം ഇവിടെ ബന്ധുക്കളും കുടുംബവും ഒക്കെ വെച്ചാണ് ഇവിടുത്തെ BJP. കാരണം യെഡിയൂരപ്പയാണെങ്കിലും മകനാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. എന്നിട്ടും ചില ആളുകളെ മാറ്റാൻ ശ്രമിച്ചപ്പോഴുണ്ടായ പൊട്ടിത്തെറിയുടെ കാര്യമാണ് പറയുന്നത്. ഉത്തര കന്നഡ സീറ്റിലുണ്ടായിരിക്കുന്ന പൊട്ടിത്തെറി വളരെ വിസിബിളാണ്. ഇവിടുത്തെ കർണാടകയിലുള്ള ലോക്കൽ പത്രങ്ങളൊക്കെ അത് ഭയങ്കരമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിനകത്ത് RSSൻ്റെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടിട്ട് പോലും അവർ പിന്മാറുന്നില്ല. നരേന്ദ്രമോദി, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി, ഈ അനന്ത്കുമാർ ഹെഗ്ഡെയോട് 4-5 പ്രാവശ്യം സംസാരിച്ചു. അയാളും പിന്മാറുന്നില്ല. കാരണം അയാളിപ്പോൾ അവിടുന്ന് രാജിവെച്ചിട്ടൊന്നുമില്ല. അയാൾ നിശബ്ദനായി കഴിഞ്ഞപ്പോൾ അയാളുടെ കൂടെയുള്ള വലിയൊരു കൂട്ടം നിശബ്ദനായി. അവിടെയാണ് കോൺഗ്രസ് പ്രതീക്ഷ വെച്ചിരിക്കുന്നത്. അവിടെ കോൺഗ്രസ് ജയിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇതേപോലെയാണ് ഇന്ത്യയിലെ പല കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 2019 ജയിച്ച BJPക്കാർ പിന്മാറിയപ്പോൾ ഉണ്ടായത്. ഇത് വളരെ വിസിബിളാണ്. ഇതിനകത്ത് 300 സീറ്റിൽ കുറയുമെന്നോ 400 സീറ്റിൽ കൂടുതൽ കിട്ടുമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അതായത് പാർട്ടിക്കകത്ത് പ്രശ്നമായി 100 സീറ്റ് മാറ്റി പഴയ ആൾക്കാരെ മത്സരിക്കാത്ത സമയത്ത് കേരളത്തിനടുത്ത് കിടക്കുന്ന ബോർഡറായ കർണാടകയിലെ സ്ഥിതിയാണ് പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾക്കും അതിനെപ്പറ്റി ഒരു ഡ്യൂ ഡെലിജൻസ് എടുക്കാവുന്ന. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഇത് തന്നെയാണ് പാർട്ടിയുടെ ഒരു ട്രഡീഷൻ ഉണ്ടല്ലോ, ഇന്ത്യയിൽ പോകുന്ന പൊളിറ്റിക്കൽ പാർട്ടി ട്രഡീഷൻ. അതിനെ ബ്രേക്ക് ചെയ്തപ്പോഴുണ്ടായ പ്രശ്നമാണ് ഇപ്പം BJP നേതൃത്വം നേരിടുന്നത്. അത് മാത്രമാണ് ഞാൻ പറഞ്ഞത്.